തീർത്തിടണേ യേശുനായക. മരണജലം മധുരമാക്കി തീർത്ത യേശുനാഥ, എന്റെ ജീവിതത്തിലും നീ അത്ഭുതം ചെയ്യുക. മരണജലം മധുരമാക്കി തീർത്ത യേശുനാഥ, എന്റെ ജീവിതത്തിലും നീ അത്ഭുതം ചെയ്യുക. യേശുവിന്റെ രക്തത്താലെ ശുദ്ധി ഞാൻ പ്രാപിച്ചു, പഞ്ഞി പോലെ എൻ ഹൃദയം വെണ്മയാക്കണേ. യേശുവിന്റെ രക്തത്താലെ ശുദ്ധി ഞാൻ പ്രാപിച്ചു, പഞ്ഞി പോലെ എൻ ഹൃദയം വെണ്മയാക്കണേ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ, നിന്റെ സന്നിധാനമാണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചപ്പോൾ എന്റെ ഹൃത്തിൽ ആനന്ദത്തിൽ ലഹരി നിറഞ്ഞു. യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചപ്പോൾ എന്റെ ഹൃത്തിൽ ആനന്ദത്തിൽ ലഹരി നിറഞ്ഞു. ഹല്ലേലൂയ ഗാനം നൃത്തമാടി നാവിൽ വിശുദ്ധിയെ തികപ്പാൻ ഓടിടുന്നു ഞാൻ. ഹല്ലേലൂയ ഗാനം നൃത്തമാടി നാവിൽ വിശുദ്ധിയെ തികപ്പാൻ ഓടിടുന്നു ഞാൻ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ, നിന്റെ സന്നിധാനമാണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 23-ാം വാക്യം മുതൽ നമുക്ക് വായിച്ച് കേൾക്കാം. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. 24-ാം വാക്യം. പിന്നെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. രാജാവിൻ്റെ കൽപ്പനയാൽ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അവരെയും അവരുടെ ഭാര്യമാരെയും അവരുടെ മക്കളെയും കുടുംബമായി സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അവർ ഗുഹയുടെ അടിയിലെത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ചു. ഗുഹയുടെ അടിയിലെത്തുന്നതിന് മുൻപേ സിംഹങ്ങൾ അവയെ പിടിച്ചു. അവരുടെ അസ്ഥികളൊക്കെയും തകർത്തു കളഞ്ഞു. ഇറ്റ് വാസ് എ ഡോൺ ഓഫ് ഡിസ്ട്രക്ഷൻ. അത് നാശത്തിൻ്റെ ഒരു അരുണോദയമായിരുന്നു, നാശത്തിൻ്റെ ഒരു ഉഷസ്സായിരുന്നു, നാശത്തിൻ്റെ ഒരു സൂര്യോദയമായിരുന്നു. ഇറ്റ് വാസ് ദ ഡോൺ ഓഫ് ഡിസ്ട്രക്ഷൻ. നാശം ആർക്ക്? ശത്രുക്കൾക്ക്, ദൈവജനത്തിൻ്റെ ശത്രുക്കൾക്ക് നാശം വരും. പ്രിയപ്പെട്ടവരെ, നാം ഭയപ്പെടേണ്ടതാണ്. ദൈവജനത്തെ എതിർക്കുന്നതും ദൈവമക്കളെ പരിഹസിക്കുന്നതും ദൈവമക്കളെ ഉപദ്രവിക്കുന്നതും അത് നാശകരമായി തീരും. അത് നമുക്ക് ഭാവിയിൽ വിനയായിത്തീരും. നമുക്ക് മാത്രമല്ല, നമ്മുടെ അനന്തര തലമുറയെയും അത് ബാധിക്കും. നാം വായിക്കുന്നത്, ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. ദാനിയേലിൽ കുറ്റം കണ്ടെത്തുവാൻ നോക്കിയവരെ അവരെ കൊണ്ടുവന്നു. ദാനിയേലിനെ കുറ്റം ചുമത്തിയവരാണവർ. ദാനിയേലിൽ കുറ്റം കണ്ടെത്തിയവരാണവർ. ഗൂഢാലോചന നടത്തിയവരാണവർ.
അവരെ ദൈവത്തിൻ്റെ കൃപയാൽ ദാനിയേലിനെ ദൈവം രക്ഷിച്ചപ്പോൾ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ അവിടെ കൊണ്ടുവന്നു, ഗുഹയുടെ അരികത്ത് കൊണ്ടുവന്നു. അവരെയും അവരുടെ മക്കളെയും അവരുടെ ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. അവർ ഗുഹയുടെ അടിയിൽ എത്തും മുൻപേ സിംഹങ്ങൾ അവരെ പിടിച്ചു. സിംഹങ്ങൾ, ദാനിയേലിനെ തൊടാൻ പറ്റാതിരുന്ന സിംഹങ്ങൾ, ദാനിയേലിനെ പിടികൂടാൻ പറ്റാതിരുന്ന സിംഹങ്ങൾ, അതിൽ വാശി കൊണ്ടിരുന്ന സിംഹങ്ങൾ, ദൈവത്തിൻ്റെ മാലാഖ വന്ന് വായ അടച്ചു പിടിച്ചതുകൊണ്ട് അതുവരെയും വായു തുറക്കാൻ വയ്യാതിരുന്ന സിംഹങ്ങളുടെ വായു തുറന്നു. സിംഹങ്ങൾ ഈ ചെന്ന ആളുകളെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. സിംഹങ്ങൾ അവരെ പിടിച്ചു, അവരുടെ അസ്ഥികളൊക്കെയും തകർത്ത് കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദുഷ്ടന് നാശം വരുമെന്ന് തിരുവചനം പറയുന്നു. ദൈവവിരോധികളായവർക്ക് ദോഷം വരുമെന്ന് ദൈവം പറയുന്നു. ഓർക്കുക, ദൈവത്തിൻ്റെ മക്കൾക്ക് അനുഗ്രഹവും ദൈവത്തിൻ്റെ മക്കൾക്ക് സംരക്ഷണവും കിട്ടുമ്പോൾ, ദൈവത്തിൻ്റെ മക്കൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമ്പോൾ, ദൈവജനത്തെ എതിർത്തവർക്ക്, ജീവനുള്ള ദൈവത്തെ വിരോധിച്ചവർക്ക്, ദൈവത്തെ നിഷേധിച്ചവർക്ക് അവർക്ക് ഡിസ്ട്രക്ഷൻ വരുന്നു. ഇറ്റ് വാസ് ദ ഡോൺ ഓഫ് ഡിസ്ട്രക്ഷൻ. അത് നാശത്തിൻ്റെ ഒരു അരുണോദയമായിരുന്നു, നാശത്തിൻ്റെ ഒരു പുലരിയായിരുന്നു, നാശത്തിൻ്റെ ഒരു പ്രഭാതമായിരുന്നു, ഡിസ്ട്രക്ഷൻ്റെ ഒരു സമയമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അല്പം ഭയപ്പെടേണ്ടതാണ്. പാപം ചെയ്യുമ്പോൾ മോനെ നീ പേടിക്കുക. നിൻ്റെ വീട്ടിലുള്ളവരെ നീ എതിർക്കുകയും ധിക്കാരം പറയുകയും, നീ നിൻ്റെ കൂടെ പഠിക്കുന്നവരെ റാഗി ചെയ്യുകയും, നിൻ്റെ കൂടെ ഹോസ്റ്റലുള്ളവരെ നീ ഉപദ്രവിക്കുകയും, കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ അപമാനിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ മാന്യ യുവാവേ നീ ഭയപ്പെടുക. ജോലിയിൽ ഔന്നത്യം കിട്ടുവാനും പ്രൊമോഷൻ കിട്ടുവാൻ അർഹതയായവരുടെ പ്രൊമോഷൻ തടയുമ്പോൾ മാന്യ സ്നേഹിത നീ ഭയപ്പെടുക. നല്ലതല്ല, നീ ദൈവദോഷം ചെയ്യരുത്. ദൈവദോഷം ചെയ്താൽ നിനക്ക് നല്ലതല്ല. ദൈവമക്കളെ നിനക്ക് അപകടമാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അപകടമാണ്. മാതാപിതാക്കളോട് തറുതല പറയുന്നവരുണ്ട്, ധിക്കാരമായി സംസാരിക്കുന്നവരുണ്ട്, അഹങ്കാരത്തോടെ വളരെ ഹുങ്കോടെ സംസാരിക്കുന്നവരുണ്ട്, പൊങ്ങച്ചം പറയുന്നവരുണ്ട്, ദുരഭിമാനം പറയുന്നവരുണ്ട്, സ്വയപ്രശംസ പറയുന്നവരുണ്ട്, സ്വയം മഹത്വം പറയുന്നവരുണ്ട്, സ്വയം പുകഴ്ച പറയുന്നവരുണ്ട്, തന്നെത്താൻ പുകഴ്ത്തുന്നവരുണ്ട്. ഓർക്കുക, മുഖസ്തുതി പറയുന്നവരുണ്ട്, മുഖപക്ഷം പിടിക്കുന്നവരുണ്ട്, സ്വാർത്ഥ തൽപരരായി പ്രവർത്തിക്കുന്നവരുണ്ട്, സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരുണ്ട്. ഓരോരുത്തൻ മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കട്ടെ, തൻ്റെ ഗുണത്തേക്കാൾ മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കട്ടെ എന്ന് തിരുവചനം പറയുന്നു. മറ്റുള്ളവരുടെ ദോഷം ചിന്തിക്കുകയും സ്വന്തം ഗുണം മാത്രം നോക്കുകയും ചെയ്യുന്നവരുണ്ട്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം എല്ലാം കാണുന്നു. അവന് മറഞ്ഞിരിക്കുന്നൊരു സൃഷ്ടിയുമില്ല. എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം പറയുന്നു, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാവുന്നു കാര്യമുള്ളത്. നാം ഭയപ്പെടേണ്ടതാണ്. സകലവും ദൈവത്തിന് മുമ്പിൽ തുറന്നിരിക്കുന്നു. മോനെ, നിൻ്റെ ചിന്തകൾ ദൈവം കാണുന്നു. മാൻ യുവാവേ, നിൻ്റെ വാക്കുകൾ ദൈവം കേൾക്കുന്നു. നീ രഹസ്യമായി ചെയ്ത ചെയ്തികൾ ദൈവം കാണുന്നു. പ്രിയ സഹോദരി, നിൻ്റെ കുടുംബത്തിലെ പെരുമാറ്റം ദൈവം കാണുന്നു. നിൻ്റെ സമൂഹ ജീവിതത്തിലെ പെരുമാറ്റം കർത്താവ് കാണുന്നു. നിൻ്റെ മനോഭാവം ദൈവം കാണുന്നു. സ്വർഗത്തിൽ ദൈവം ദുഃഖിക്കുന്നൊന്നും വരാതിരുന്നാൽ നല്ലത്, നിനക്കും നിൻ്റെ മക്കൾക്കും നല്ലത്. കാരണം ഇറ്റ് വാസ് ദ ഡോൺ ഓഫ് ഡിസ്ട്രക്ഷൻ. അത് നാശത്തിൻ്റെ പ്രഭാതമാകാൻ പോവുകയാണ്, നാശത്തിൻ്റെ ഒരു പുലരിയാകാൻ പോവുകയാണ്. ഓർക്കുക, നാശം നമുക്ക് വരരുത്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ നാശം മാത്രമല്ല, ഇതിന് ശേഷം പിന്നെ നിത്യതയിൽ വലിയൊരു ഘോരമായ നാശം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഘോരമായ നാശം, ഇറ്റേണൽ ടോർച്ചർ എന്ന് പറയുന്ന നിത്യദണ്ഡനം പാപം ചെയ്യുന്നവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യമോ, കാത്തിരിക്കുന്ന നരകത്തിലേക്ക് നാം പോകാതെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനായി കർത്താവ് മറ്റൊരു സ്ഥലം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. സ്വർഗം ഒരു സ്ഥലമാണ്, സ്വർഗം ഒരു അനുഭവം മാത്രമല്ല, സ്വർഗം ഒരു സ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗസ്ഥലത്തേക്ക് നമുക്ക് പോകാം. സ്വർഗസ്ഥലത്തേക്ക് ദൂതന്മാർ, മാലാഖമാർ നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. വിശ്വസിക്കൂ പ്രിയരെ. ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാം, ഇന്ന് കാതു തുറന്ന് കണ്ണു തുറന്ന് വചനം കേൾക്കുകയും വചനം പറയുന്നത് കാണുകയും ചെയ്യുന്ന നാം, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ അവയവങ്ങൾ കരുത്തുണ്ട്, അവയവങ്ങൾ ചലിക്കുന്നുണ്ട്. എന്നാൽ നാം നിശ്ചലരായിത്തീരുന്നൊരു ദിവസമുണ്ട്, അനക്കമറ്റ് കിടക്കുന്നൊരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആർക്കറിയാം നാം എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന്, എപ്പോഴാണ് മരിക്കുന്നതെന്ന്? ആർക്കറിയാം?
ഈ ഭൂമിയിൽ എവിടെ വെച്ചാണ് നാം മരിക്കുന്നതെന്ന് ആർക്കറിയാം? ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാമാണ് നാളെ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം? നമ്മുടെ ഡെഡ് ബോഡി ഈ ഭൂമിയിൽ മറ്റുള്ളവർ കാണാൻ കിട്ടുമോ എന്ന് ആർക്കറിയാം? പ്രിയപ്പെട്ടവരെ, എന്തെല്ലാമാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാം കാണുന്ന ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ ആത്മാവിനെ സ്വീകരിപ്പാൻ ഒരു സ്വർഗസ്ഥലം കരുതി വച്ചിട്ടുണ്ട്. നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും ദുഷ്ടന്മാർ നിത്യയാതനയിലേക്കും പോകുമെന്ന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറയുന്നു. നീതിമാന്മാർ നിത്യജീവങ്കിലേക്ക് പോകും. അത് നിത്യജീവനാണ്. എവർ ലാസ്റ്റിംഗ് ലൈഫ്. അത് നിത്യജീവനാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? നിത്യജീവനിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. തൽക്കാലത്തേക്ക് രോഗം മാറുക എന്നുള്ളതല്ല, തൽക്കാലത്തേക്ക് പൈസയുടെ പ്രയാസം മാറിക്കിട്ടുക എന്നുള്ളതല്ല, കടം മാറിക്കിട്ടുക എന്നുള്ളതല്ല. അതെല്ലാം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ്. രോഗം മാറാൻ നാം പ്രാർത്ഥിക്കുന്നുണ്ട്, കടം മാറാൻ നാം പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രയാസങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പരീക്ഷ പാസ്സാകാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അഡ്മിഷൻ കിട്ടാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ശരി, അതെല്ലാം പ്രാർത്ഥിക്കണം. നല്ലൊരു വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു ഓമനക്കുഞ്ഞിനെ കിട്ടാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി വരാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ശരി, എന്നാൽ ഇതിനെല്ലാറ്റിലുപരിയായി നമുക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ് നമ്മുടെ ലക്ഷ്യം? സ്നേഹിതരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം എന്താണ്? നിത്യജീവൻ പ്രാപിക്കുക, എവർ ലാസ്റ്റിംഗ് ലൈഫ്. നിത്യനാശത്തിലേക്ക് നാഥ ഞാൻ പോകരുതേ, നിത്യനാശത്തിലേക്ക് മോനെ നീ പോകണ്ട, മോളെ നിത്യനാശത്തിലേക്ക് നീ പോകണ്ട എന്നാണ് കർത്താവ് പറയുന്നത്. ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് താല്പര്യമില്ല, ദുഷ്ടൻ മരിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. മരിക്കുക എന്ന് വെച്ചാൽ ആത്മാവിൽ മരിക്കുക, അതെനിക്ക് താല്പര്യമില്ല എന്നാണ് കർത്താവ് പറയുന്നത്. ദുഷ്ടൻ ആത്മാവിൻ്റെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവൻ പ്രാപിക്കുന്നതിനാണ് എൻ്റെ താല്പര്യം, കർത്താവ് പറയുന്നു. യെഹെസ്കേൽ പ്രവാചന പുസ്തകം 33-ാം അധ്യായം വായിക്കുമ്പോൾ അങ്ങനെ കാണാം. ദുഷ്ടൻ്റെ മരണത്തിലല്ല, അവൻ്റെ ജീവനിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ, മനുഷ്യപുത്ര നീ അവനെ പ്രബോധിപ്പിച്ചു കൊള്ളണം. എൻ്റെ അരുളപ്പാട് ഇതാണ്, ദൈവത്തിൻ്റെ അരുളപ്പാട് ഇതാണ് എന്ന് നീ പറയണം. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ എന്ന് നീ വിളിച്ചു പറയണം. അവർ അവ്യക്ത വാക്കുള്ളവരാണ്, അവർ തടിച്ച നാവുള്ളവരാണ്, അവർ തടിച്ച ഹൃദയമുള്ളവരാണ്, അവർ കഠിന ഹൃദയന്മാരാണ്. ആ ജനത്തോട് നീ ഭയം കൂടാതെ സംസാരിച്ചു കൊള്ളണം. എന്താണ് നീ പറയേണ്ടത്? നീ മരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് നീ തുടങ്ങിക്കൊള്ളണം. യെഹെസ്കേലിനോട് ദൈവം പറയുകയാണ്. പ്രവാചകൻ അങ്ങനെ പറഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ പ്രവാചകന്റെ മേൽ വന്നപ്പോൾ, ആത്മാവിൻ്റെ ശക്തി ഈ പ്രവാചകനിൽ അങ്ങ് വിങ്ങിയപ്പോൾ, പ്രവാചകൻ ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ മേൽ ശിക്ഷ വരാൻ പോകുന്നു. പ്രവാചകന്മാർ ഇതാണ് പറയേണ്ടത്. യിരെമ്യാവ് അത് പറഞ്ഞു, യിരെമ്യാവിനെ അങ്ങ് പൊട്ടക്കണ്ടിലേക്ക് തള്ളിയിട്ടു. യെഹെസ്കേൽ അത് പറഞ്ഞു, യെഹെസ്കേലിന് പേടിയുണ്ടായി. പ്രവാചകന്മാർ എല്ലാ കാലങ്ങളും പറഞ്ഞു, പ്രവാചകന്മാർ ഉപദ്രവമേറ്റു. എന്നാൽ പ്രവാചകന്മാരുടെ കാലശേഷം കരുണയുള്ള കർത്താവ് വന്നപ്പോൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞു, പ്രവാചകന്മാരെ കൊല്ലുകയും തൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്തവളെ. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും തൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്തവളെ, കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്നെ എൻ്റെ പക്കൽ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിങ്ങൾ പ്രവാചകന്മാരെ ഉപദ്രവിച്ചവരാണ്, നിൻ്റെ അടുക്കലേക്ക് ഞാൻ അയച്ച പ്രവാചകന്മാരെ നിങ്ങൾ തള്ളിക്കളഞ്ഞവരാണ്. എന്നാൽ നിങ്ങളെ ചേർക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. നിങ്ങൾ മാത്രമല്ല ശൂന്യമാകാൻ പോകുന്നത്, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും തൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്തവളെ, കോഴി ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്നെ എൻ്റെ പക്കൽ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെടണമെന്ന് നിങ്ങൾ പറയുന്ന കാലം വരെ ഇനി നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ ഓർത്തുകൊള്ളൂ, വലിയ നാശം വരുന്നതിന് മുൻപ് നിങ്ങൾ മനം തിരിഞ്ഞുകൊള്ളൂ. ഘോരമായ നാളുകൾ വരുന്നതിന് മുൻപ്, ഭീകരമായ ന്യായവിധി വരുന്നതിന് മുൻപ് നിങ്ങൾ വേഗം മനം തിരിഞ്ഞുകൊള്ളൂ. പാപത്തോട് യാത്ര പറഞ്ഞുകൊള്ളൂ. പാപം നിങ്ങളെ ഗ്രസിക്കുകയും പാപം നിങ്ങളെ ഹനിക്കുകയും ചെയ്യും. പാപം നിങ്ങളെ കൊല്ലും. ദുഷ്ടനോട് നീ പറഞ്ഞുകൊള്ളണം. പ്രവാചകൻ അനുസരിച്ചു. ദൈവം പറഞ്ഞു, മോനെ നീ അത് പറഞ്ഞില്ലെങ്കിൽ അവരുടെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുകയാണ്. ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ കാവൽക്കാരായുള്ളവർ ഇവിടെ വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പല ദേശങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന നിങ്ങൾ അതാത് ദേശത്തിൻ്റെ കാവൽക്കാരാണ്. കുറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാവൽക്കാരാണ്. ഭാര്യ കുടുംബത്തിൻ്റെ കാവൽക്കാരിയാണ്. ഭർത്താവ് കുടുംബത്തിൻ്റെ കാവൽക്കാരനാണ്. മോൻ കുടുംബത്തിൻ്റെ കാവൽക്കാരനായി നിൽക്കണം. അപ്പൻ കുടുംബത്തിൻ്റെ കാവൽക്കാരനായി നിൽക്കണം. അമ്മ കുടുംബത്തിൻ്റെ കാവൽക്കാരിയായി നിൽക്കണം.
മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് നീ എൻ്റെ ജനത്തെ പ്രബോധിപ്പിച്ചു കൊള്ളണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ജനത്തെ പ്രബോധിപ്പിക്കണം. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വചനം കേൾക്കണം. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വചനം കേട്ടിട്ട് ജനത്തെ പ്രബോധിപ്പിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. ദാനിയേൽ അതുപോലെ നിന്നു. ദാനിയേൽ വിശ്വസ്തനായി നിന്നു. ദാനിയേൽ ദൈവത്തോട് ചേർന്ന് നിന്നു. ദാനിയേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നിന്നു. ദാനിയേൽ ദൈവത്തിൻ്റെ മനോഭാവമുള്ളവനായി നിന്നു. ദാനിയേൽ ദൈവത്തിൻ്റെ പ്രിയപുരുഷനായി നിന്നു. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ തന്നെ എടുക്കാം. ഞാനൊരു ദൈവപുരുഷനായി നിൽക്കും. ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ഈ ഭൂമിയിൽ നിൽക്കും. ഞാൻ ദൈവത്തിൻ്റെ അംബാസഡറായി ഈ ഭൂമിയിൽ നിൽക്കും. ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സ് എന്നാണ് നമ്മെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സ്, ദൈവത്തിൻ്റെ സ്ഥാനാപതികൾ, ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികൾ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. വായിക്കാം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ഒന്നുകൂടി വായിച്ച് കേൾക്കാം. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്ഥാനാപതികളായി നിന്നുകൊണ്ട്, ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സായി നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്, ഞങ്ങൾ സ്വർഗത്തിൻ്റെ ഇൻട്രസ്റ്റ് ഭൂമിയിൽ നിവർത്തിക്കാൻ ഭൂമിയിലേക്ക് അപ്പോയിൻ്റ് ചെയ്തതായ സ്വർഗത്തിൻ്റെ അംബാസഡേഴ്സാണ്. ആരാണിത് പറയുന്നത്? ഭൂമിയിലെ അപ്പോസ്തലനാണ് പറയുന്നത്. ഞങ്ങൾ സ്വർഗത്തിൻ്റെ അംബാസഡേഴ്സാണ് എന്ന്. പൗലോസ്ലീഹ ധന്യൻ എന്നാം പാടും. ധന്യനായ പൗലോസ്ലീഹ ചൊല്ലുന്നതായ ആ വാക്കുകൾ എന്താണ്? ധന്യൻ പൗലോസ്ലീഹ ധന്യൻ ചൊൽ കേട്ടേൻ ഇത് ഏവം. ധന്യനായ പൗലോസ്ലീഹ ചൊല്ലിയത് ഞാൻ ഇപ്രകാരം കേട്ടു. പൗലോസ്ലീഹ ധന്യൻ ചൊൽ കേട്ടേൻ ഇത് ഏവം. നിദേവമല്ല, ഇത് ഏവം. ഇപ്രകാരം ഞാൻ കേട്ടു. ഇത് ഞാൻ കേട്ടു. എന്ത് കേട്ടു? നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴിച്ച് ഇങ്ങ് ഒരുവൻ വന്നറിയിച്ചാൽ വാനവരെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയിൻ ശാപം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് കൈക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ശാപഗ്രസ്തരായി പോകുമെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. അത് സ്വർഗീയനാണെങ്കിൽ പോലും അത് ശാപത്തിന് കാരണമായി തീരുമെന്ന്. ദൈവത്തിൻ്റെ വേലക്കാരനാണെങ്കിൽ പോലും ശാപത്തിന് കാരണമായി തീരുമെന്ന്. സത്യത്തിൻ്റെ വചനത്തിൻ്റെ മുന്നിൽ നിങ്ങൾ എതിർത്താൽ അപകടമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ അങ്ങനെയാണ് ഗലാത്യ ക്രിസ്ത്യാനികളോട് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ക്രിസ്ത്യാനികളെ അപ്പോസ്തലൻ അങ്ങനെയാണ് പ്രബോധിപ്പിച്ചത്. സ്നേഹിതരെ, ഗലാത്യ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിനെ വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ പോലും പറഞ്ഞാലും, എത്ര ഉന്നത വ്യക്തി പോലും പറഞ്ഞാലും, ഈ സത്യസുവിശേഷത്തിന് വിരോധമായി പറയുന്നവൻ അതാണ് പറഞ്ഞത്, സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ, ഈ ഞങ്ങൾ തന്നെ തിരിച്ചു എന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഒന്നുകൂടി കേൾക്കൂ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിനെ വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളായിരിക്കാം, വളരെ പ്രമാണിത്വമുള്ള ആളായിരിക്കാം, വളരെ ഉയർന്ന വിദ്യാഭ്യാസവും ആത്മീയ നിലവാരവും ആത്മീയമായ അധികാരങ്ങളുള്ള വ്യക്തിയായിരിക്കാം. പക്ഷേ സത്യസുവിശേഷത്തിന് വിപരീതമായി, അപ്പോസ്തലൻ പഠിപ്പിച്ച നിർമ്മല സുവിശേഷത്തിന് വിപരീതമായി ആരായാലും പ്രസംഗിച്ചാൽ, നിങ്ങളോട് അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഈ എഴുതപ്പെട്ട വചനത്തിന് വിരുദ്ധമായി പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിൻ്റെ വചനത്തിൽ നിത്യജീവനെക്കുറിച്ച് പറയുന്നു, ദൈവത്തിൻ്റെ വചനത്തിൽ നിത്യനാശത്തെക്കുറിച്ച് പറയുന്നു. നിത്യനാശമൊന്നുമില്ല, നിത്യനരകമൊന്നുമില്ല എന്ന് പ്രിയപ്പെട്ടവനെ നീ പറഞ്ഞാൽ നീ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിന്റെ ബുദ്ധിയിൽ ഒതുങ്ങുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് സുവിശേഷം പറയുമ്പോൾ പാപം ചെയ്യാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ദൈവം ക്ഷമിച്ചോളും എന്ന് പറയുന്ന നിന്റെ പ്രമാണമുണ്ടല്ലോ, അത് നിനക്ക് ശാപകാരണമായി തീരും. പാപം വന്നാൽ ആത്മാവ് മരിക്കും. ആത്മാവ് മരിച്ചാൽ ദൈവരാജ്യത്തിൽ പോവുകയില്ല. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്. നിത്യജീവനും നിത്യനാശവും ദൈവത്തിൻ്റെ സുവിശേഷം തരുന്ന അരുളപ്പാടാണ്. നിത്യനാശം ഒഴിവാക്കാൻ ഞങ്ങൾ ക്രിസ്തുവിന് പകരം ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി ഞങ്ങൾ നിങ്ങൾ അപേക്ഷിക്കുകയാണ്. ദൈവത്തോട് വേഗം നിരന്നുകൊള്ളുവീൻ.
ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. അപ്പോസ്തലൻ പറയുകയാണ്, ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. ബി റെക്കൺസൈൽഡ് വിത്ത് ഗോഡ്. ദൈവത്തോട് റെക്കൺസൈൽ ചെയ്തുകൊള്ളുവീൻ, ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. സ്നേഹിതരെ, നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തോട് നിരക്കേണ്ടതായി എന്തെങ്കിലും ഇനി ബാക്കിയുണ്ടോ? ദൈവത്തോട് നിരക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിരപ്പാകേണ്ട കാര്യങ്ങളുണ്ടോ? ദൈവത്തോടും മനുഷ്യരോടും നിരപ്പാകാനുണ്ട്. ദൈവത്തോട് നിരപ്പാകണം. അതിനാണ് ഹൃദയ തകർച്ചയോടെ അനുദപിക്കുക എന്ന് പറയുന്നത്. മനസ്സ് നുറുങ്ങി അനുദപിക്കുക, വന്ന തെറ്റുകളെ ഓർത്ത് അനുദപിക്കുക. അനുതാപം, ഹൃദയ തകർച്ച, മാനസാന്തരം, ഏറ്റുപറച്ചിൽ, ഇതെല്ലാം കഴിഞ്ഞു വേണം തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാൻ. അനുഭവിച്ച് ഇടുന്നവർക്കായി ഇങ്ങ് അനുഷ്ഠിക്കുന്നു ഈ കുർബാന. കുർബാന അനുഭവിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ നടക്കണം. എന്തെല്ലാം നടക്കണം? യെശയ്യാവിൻ്റെ അധരത്തെ തൊട്ട തീക്കനൽ നിങ്ങളുടെ അധരത്തെ തൊടണമെങ്കിൽ, സ്വർഗത്തിലെ തീക്കട്ട മാലാഖ കൊടിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ചുണ്ടിനെ തൊടുവിക്കണമെങ്കിൽ എന്ത് നടക്കണമെന്നറിയാമോ? അതിനു മുൻപ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുടെ ജനത്തിനിടയിൽ വസിക്കുന്നു, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായ രാജാവിനെ കണ്ടുപോയല്ലോ. യെശയ്യാവ് അങ്ങനെ തകർന്ന് കരഞ്ഞു. എൻ്റെ ജീവിതം കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു. എൻ്റെ അവയവങ്ങളിൽ തെറ്റുപറ്റിയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു. ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളതാണല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു. യെശയ്യാവിന് ചുണ്ടിലെ വാക്കുകളിൽ തെറ്റുപറ്റിയെന്നാണ് യെശയ്യാവ് ഏറ്റു പറഞ്ഞത്. ഏതെല്ലാം അവയവങ്ങളിൽ എങ്ങനെയെല്ലാം എവിടെയെല്ലാം എപ്പോഴെല്ലാം തെറ്റുപറ്റിയെന്ന് തുറന്ന് പറഞ്ഞേ പറ്റൂ. ആരോട് പറയണം? പ്രിയപ്പെട്ടവരെ, ആരോട് പറയണം? വ്യക്തമായി വചനം പറയുന്നു. യോശുവ 7-ാം അധ്യായം 19-ാം വാക്യം വ്യക്തമായിട്ടാണ് പറയുന്നത്. ആരോടാണ് പറയേണ്ടത്? ആരോട് പറയണം? ദൈവത്തിന് സ്തോത്രം. വ്യക്തമാണ്. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം. യോശുവ ആഖാനോട്, മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറക. യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് യഹോവയോട് ഏറ്റുപറയുക. നീ എന്ത് ചെയ്തുവെന്ന് പറക. എന്ത് ചെയ്തു എന്ന് പറയുക. നീ എന്ത് ചെയ്തു എന്ന്, ഞാൻ പാവം ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ പോരാ, നീ എന്ത് ചെയ്തു എന്ന് പറയുക. എന്നോട് മറച്ചു വെക്കരുതേ എന്ന് പറഞ്ഞു. അഭിഷിക്തനായി ദൈവം നിയോഗിച്ചിരിക്കുന്ന എന്നോട് നീ മറച്ചു വെക്കരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് അനുതാപത്തോടെ തകർന്ന ഹൃദയത്തോടെ ഏറ്റുപറയണം, തകർന്ന മനസ്സോടെ ഏറ്റുപറയണം. എന്നോട് നീ മറച്ചു വയ്ക്കരുത്. ആഖാൻ എന്തു ചെയ്തു? ഓരോന്നോരോന്നായി പറയുകയാണ്. ഞാൻ ഇത്ര വെള്ളി, ഇത്ര പൊന്ന്, ഇത്ര വസ്ത്രം, ഇത് ഞാൻ എടുത്തു, കണ്ടു, മോഹിച്ചു, എടുത്തു, മറച്ചു വെച്ചു. ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറയുകയാണ്. ഞാൻ മോഷണം നടത്തിയെന്നല്ല പറഞ്ഞത്. ഇന്നന്ന സാധനങ്ങൾ, ഇന്നിന്ന അത്രയും അളവ്, ഇന്നിന്ന വിധത്തിൽ ഞാൻ എടുത്തു, ഞാൻ കണ്ടു, ഞാൻ മോഹിച്ചു, ഞാൻ എടുത്തു, ഞാൻ ഒളിച്ചു വെച്ചു. കൂടാരത്തിന് മറവിൽ എവിടെ ഒളിച്ചു വെച്ചു? എല്ലാം വ്യക്തമായി പറഞ്ഞു. പക്ഷേ അത് ലേറ്റായി പറഞ്ഞത് വൈകിപ്പോയി. അതുകൊണ്ട് ആഖാന് മോചനം കിട്ടിയില്ല. സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് പറയാൻ സമയമുണ്ട്. യെശയ്യാവ് പറഞ്ഞു, യെശയ്യാവ് ഏറ്റു പറഞ്ഞു. അപ്പോൾ യെശയ്യാവിൻ്റെ ആധരത്തെ തൊടുവാൻ മാലാഖ തീക്കനൽ കൊണ്ടുവന്നു. സഹോദരങ്ങളെ, ഞാൻ നിർത്താൻ ശ്രമിക്കട്ടെ. നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളുടെ തലമേൽ സ്വർഗത്തിൻ്റെ തീക്കനൽ തൊടാൻ ആഗ്രഹമുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്പർശം കിട്ടാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ തീക്കനൽ നിങ്ങളുടെ തലവേൽ വന്ന് വീഴാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിച്ച് കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിത്യനാശം ഒഴിവാക്കി കിട്ടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിത്യജീവനിലേക്ക് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇനി ഒരിക്കലും ഡിസ്ട്രക്ഷൻ്റെ ഒരു പ്രഭാതം കാണേണ്ടവരല്ലേ? ഇനി ഒരിക്കലും നാശത്തിൻ്റെ ഒരു ദിവസം കാണാനിടവരല്ലേ? ഇനി ഒരിക്കലും നാശത്തിൻ്റെ ഒരു നിമിഷം കാണാനിടവരല്ലേ? നാശത്തിൽ നിന്ന് വേഗം ഓടി രക്ഷപ്പെട്ടുകൊള്ളുവീൻ. ക്രിസ്തുവിൻ്റെ സ്നേഹമല്ലയോ നിങ്ങൾ നിർബന്ധിക്കുന്നത്? ആ തിരുരക്തമല്ലയോ നിങ്ങളോട് സംസാരിക്കുന്നത്? ആ സ്നേഹത്തിൻ്റെ തിരുരക്തം, ആ പരിശുദ്ധിയുടെ തിരുരക്തം, നന്മയുടെ തിരുരക്തം, പുണ്യവാന്റെ തിരുരക്തം, വേഗപരിശുദ്ധൻ്റെ പുണ്യരക്തം, അത് നിങ്ങളോട് സമീപിക്കുകയാണ്. ആ തിരുരക്തം നിങ്ങളെ തഴുകുകയാണ്. ആ തിരുരക്തം നിങ്ങളെ കഴുകുകയാണ്. ആ തിരുരക്തം നിങ്ങളെ മൂടുകയാണ്. ആ തിരുരക്തം നിങ്ങളെ പൊതിയുകയാണ്. ആ തിരുരക്തം നിങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയാണ്. ആ തിരുരക്തം നിങ്ങളുടെ കേടുകൾ മാറ്റുകയാണ്. ആ തിരുരക്തം നിങ്ങളുടെ ശാപങ്ങൾ മാറ്റുകയാണ്. ആ തിരുരക്തം സാത്താന്റെ ബാധകൾ ഒഴിവാക്കി തരികയാണ്. യേശുക്രിസ്തുവിന്റെ തിരുരക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ തിരുരക്തം സകല രോഗങ്ങളും മാറ്റുകയാണ്, സകല ബാധകളും മാറ്റുകയാണ്. യേശുക്രിസ്തുവിന്റെ തിരുരക്തം നിങ്ങളുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹം പകരുകയാണ്. യേശുക്രിസ്തുവിന്റെ തിരുരക്തം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അനുഗ്രഹം ഒഴുക്കി തരികയാണ്. യേശുക്രിസ്തുവിന്റെ തിരുരക്തം നിങ്ങളുടെ തലമേൽ ചൊരിയുകയാണ്. വിശ്വസിപ്പീൻ ദൈവജനമേ, എങ്കിൽ സ്വർഗത്തിന്റെ തീക്കനൽ നിങ്ങളെ തൊടും. സ്വർഗത്തിന്റെ തീജ്വാല നിങ്ങളെ വലയം ചെയ്യും. സ്വർഗത്തിന്റെ തീക്കനൽ നിങ്ങൾ വാരി വാരി എറിയുന്ന അനുഭവം ലഭിക്കും. സ്വർഗത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ സമൃദ്ധിയായി ഒഴുകും. നിങ്ങൾ സമർപ്പിക്കുവീൻ, നിങ്ങൾ യാചിപ്പീൻ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, ക്രിസ്തുവിനായി ഉള്ളം തുറക്കുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം.
കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. നാഥ, ഈ സമയം അത്രയും അവിടുത്തെ കൃപയുടെ വചനം ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. വചനം സംസാരിക്കുക മാത്രമല്ല, ഞങ്ങളുടെ അരികത്തേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ നേരെ കരം നീട്ടിയതിനായി സ്തോത്രം. വിശ്വസിച്ചവരുടെ മേൽ നിന്റെ കരം വെച്ചതിനായി സ്തോത്രം. അപ്പോൾ അതിൻ്റെ കരുണയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ അതിൻ്റെ വാത്സല്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ നീ നിന്റെ ജനത്തെ സന്ദർശിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദേശത്തിന്മേൽ ഉണർവ് പകരണമേ, ദേശങ്ങൾ ഉണരണമേ, സഭകൾ ഉണരണമേ, സമുദായങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ, സുവിശേഷ വേലകൾ അനുഗ്രഹിക്കപ്പെടണമേ, സുവിശേഷ വേലക്കാർ അനുഗ്രഹിക്കപ്പെടണമേ. കർത്താവേ, നാട് ഉണരണമേ, രാജ്യം അനുഗ്രഹിക്കപ്പെടണമേ, രാജ്യത്തിൽ നാശങ്ങൾ മാറണമേ. കർത്താവേ, രാഷ്ട്രം അനുഗ്രഹിക്കപ്പെടണമേ, രാഷ്ട്രഭരണകർത്താക്കൾ അനുഗ്രഹിക്കപ്പെടണമേ, മതങ്ങളും സമുദായങ്ങളും അനുഗ്രഹിക്കപ്പെടണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും നിത്യജീവത്തിലേക്ക് ആനയിക്കണമേ. യേശുനാഥൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.